നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കേട്ടോ സംസാരിക്കുന്നത്. പ്രത്യേകിച്ചും കിടപ്പിലായവരെയോ അല്ലെങ്കിൽ ഈ സാന്ത്വന പരിചരണം ഒക്കെ ആവശ്യമുള്ളവരെയോ വീട്ടിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൊക്കെ ശുശ്രൂഷിക്കുന്നവർക്ക് അവർക്കിത് വളരെ പ്രയോജനപ്പെടും. ഡോക്ടർ മുഹമ്മദ് അർഷാദ്, അതായത് കണ്ണൂർ ഡെന്റൽ കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം മേധാവി, പിന്നെ കോഴിക്കോടുള്ള ഡെന്റിസ്റ്റ് ആൻഡ് യു ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിയിലെ ഡോക്ടർ വിവേക് ജി, ഇവർ രണ്ടുപേരും കൂടെ തയ്യാറാക്കിയ ചില പഠന സാമഗ്രികളുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഓഡിയോ പരമ്പരയാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ പരിചരണം നൽകുന്നവർ, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, ആരോഗ്യ പ്രവർത്തകർ, വോളണ്ടിയർമാർ, വീട്ടുകാർ, ഇവർക്കെല്ലാം ഈ പാലിയേറ്റീവ് കെയറിലുള്ളവരുടെ വായുടെ ആരോഗ്യം ഉറപ്പാക്കാൻ ഒരു പരിശീലനം കൊടുക്കുക എന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ 5ാമത്തെ മൊഡ്യൂളാണ് നോക്കുന്നത്. വായിലെ സാധാരണ പ്രശ്നങ്ങൾ അതെങ്ങനെ തിരിച്ചറിയാം, ഇതാണ് വിഷയം. പലപ്പോഴും നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല, പക്ഷേ രോഗിയുടെ ആരോഗ്യത്തെയും അവരുടെ ആശ്വാസത്തെയും ഒക്കെ ശരിക്കും ബാധിക്കുന്ന കാര്യങ്ങളാണിത്. ശരി, അപ്പോൾ നമുക്കിതൊന്ന് വിശദമായിട്ട് നോക്കിയാലോ? തീർച്ചയായും. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും വായിലൊരു ചെറിയ പ്രശ്നം അത്ര കാര്യമാക്കാനുണ്ടോ എന്ന്. എന്നാൽ കിടപ്പിലായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വായയുടെ ആരോഗ്യമെന്ന് പറയുന്നത് അത് അവരുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിൻ്റെ ഒരു താക്കോലാണ്. ശരിക്കും നേരത്തെ ഈ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ കഷ്ടപ്പാടുകൾ അത് നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ വായിൽ വേദനയോ ഒരു അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പോലും, എന്തിന് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. 2, പോഷകാഹാരം അത് ഉറപ്പാക്കാം. ഇപ്പോൾ വായിൽ പുണ്ണോ പല്ലിനിളക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനൊരു മടി വരും. അത് പിന്നെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ബാധിക്കും. 3, വലിയ സങ്കീർണതകൾ, അതായത് വായിലൊരു ചെറിയ അണുബാധ അതുപോലും ചിലപ്പോൾ പ്രതിരോധശേഷി കുറഞ്ഞ ആളാണെങ്കിൽ ശ്വാസകോശത്തിലേക്കോ അല്ലെങ്കിൽ രക്തത്തിലേക്കോ ഒക്കെ പടർന്ന് ജീവന് വരെ ഭീഷണിയാവാം. പിന്നെ 4ാമത്തെ കാര്യം, ചികിത്സ എളുപ്പമാകും, ചെലവും കുറയും. തുടക്കത്തിലെ കണ്ടുപിടിച്ചാൽ മതി. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ദിവസവും നിങ്ങൾ ശ്രദ്ധിക്കുന്ന ആ കുറച്ച് നിമിഷങ്ങൾ അത് മതി രോഗിയെ ഒരുപാട് വേദനയിൽ നിന്നും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ രക്ഷിക്കാൻ. ശരി. അപ്പോ ഈ നിരീക്ഷണം അല്ലെങ്കിൽ ഈ പരിശോധന എങ്ങനെയാണ് നടത്തേണ്ടത്? ഇതിന് വലിയ ഉപകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട അല്ലേ? വേണ്ട. ഒരുക്കങ്ങളും വലുതായിട്ടൊന്നും വേണ്ട. നല്ല വെളിച്ചം വേണം, പിന്നെ ഒരു ജോഡി ഗ്ലൗസ് ഉണ്ടെങ്കിൽ നല്ലത്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, കൈ നന്നായി കഴുകിയാൽ മതി. പിന്നെ വേണ്ടത് നമ്മുടെ ശ്രദ്ധയും ക്ഷമയുമാണ്. ആദ്യം കൈകൾ നന്നായി സോപ്പിട്ട് കഴുകുക, അല്ലെങ്കിൽ ഗ്ലൗസ് ഇടുക. അണുബാധ തടയാനാണിത്. എന്നിട്ട് ഒരു ചെറിയ ടോർച്ച് അല്ലെങ്കിൽ ഫോണിൻ്റെ ലൈറ്റായാലും മതി. അതിൻ്റെ വെളിച്ചത്തിൽ രോഗിയുടെ വായ തുറന്ന് വളരെ മൃദുവായിട്ട് ചുണ്ടും കവിളുമൊക്കെ ഒന്ന് അകത്തിപ്പിടിച്ച് പരിശോധിക്കണം. എല്ലാ ഭാഗവും നോക്കണം കേട്ടോ. ചുണ്ടുകൾ, കവിളിൻ്റെ ഉൾവശം, മോണ, പല്ലുകൾ, നാക്ക്, നാക്കിൻ്റെ അടിവശം, പിന്നെ മുകളിലെ അണ്ണാക്ക്, പാലറ്റ് എന്ന് പറയും, അതൊക്കെ നോക്കണം. എന്തൊക്കെയാണ് നമ്മൾ ഈ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് സാധാരണയിൽ കവിഞ്ഞുള്ള മാറ്റങ്ങളാണ്. എന്തെങ്കിലും നിറവ്യത്യാസമുണ്ടോ? അതായത് ചുവപ്പ്, വെളുപ്പ്, കറുപ്പ്, അങ്ങനെയുള്ള പാടുകൾ. നീർവീക്കമുണ്ടോ? എവിടെയെങ്കിലും തടിപ്പ് പോലെ? പുണ്ണുകൾ, മുറിവുകൾ എന്തെങ്കിലും? പല്ലിൽ കേടുണ്ടോ? മോണയിൽ നിന്ന് ചോര വരുന്നുണ്ടോ? നാക്കിൽ എന്തെങ്കിലും പൂപ്പല് പോലെ കാണുന്നുണ്ടോ? വല്ലാത്തൊരു ദുർഗന്ധം വരുന്നുണ്ടോ വായിൽ നിന്ന്? ഇതൊക്കെ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ രോഗിയോട് ചോദിക്കാനും മറക്കരുത്. വേദനയുണ്ടോ? എന്തെങ്കിലും പുകച്ചിൽ പോലെ തോന്നുന്നുണ്ടോ? വായ വല്ലാതെ ഉണങ്ങുന്നുണ്ടോ എന്നൊക്കെ അവർക്ക് പറയാൻ പറ്റുമെങ്കിൽ അവരുടെ ആ ഒരു അനുഭവം വളരെ പ്രധാനമാണ്. പിന്നെ കാണുന്ന കാര്യങ്ങൾ അതെത്ര ചെറുതാണെങ്കിലും ഒരു ബുക്കിലോ മറ്റോ തീയതി വെച്ച് ഒന്ന് കുറിച്ചിടുന്നത് നല്ലതാണ്. കാലക്രമേണയുള്ള മാറ്റങ്ങൾ അറിയാൻ അത് സഹായിക്കും. ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ, ഇത് ദിവസവും ചെയ്യണം, സ്ഥിരമായി പരിശോധിക്കണം. അപ്പോഴേ ഇന്നലെ ഇല്ലാത്തൊരു മാറ്റം ഇന്ന് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ശരിയാണ്, ദിവസേന നോക്കണം. ഇനി നമുക്ക് ഈ സാധാരണയായിട്ട് കാണുന്ന കുറച്ച് പ്രശ്നങ്ങളില്ലേ, അതിലേക്കും അതിൻ്റെ ലക്ഷണങ്ങളിലേക്കും ഒന്ന് കടക്കാം. പരിചരണം നൽകുന്നവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ആദ്യമായിട്ട്, ഒരുപാട് പേർക്കുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് വായ വരൾച്ച, ഡ്രൈ മൗത്ത് അല്ലെങ്കിൽ ക്സെറോസ്റ്റോമിയ എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ഇതിന് പല കാരണങ്ങളുണ്ട്. ചില മരുന്നുകൾ, പ്രത്യേകിച്ച് പ്രായമായവരൊക്കെ സ്ഥിരം കഴിക്കുന്ന ചില മരുന്നുകളില്ലേ, പ്രഷറിനും ഷുഗറിനും അലർജിക്കും വിഷാദരോഗത്തിനുമൊക്കെയുള്ള മരുന്നുകൾ, അതൊക്കെ ചിലപ്പോൾ ഉമിനീര് കുടയ്ക്കും.
പിന്നെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്ത അവസ്ഥ, നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ, വായിലൂടെ ശ്വാസമെടുക്കുന്ന ശീലം, ഓക്സിജൻ തെറാപ്പി എടുക്കുന്നവർ, ചില അസുഖങ്ങൾ അല്ലെങ്കിൽ പ്രായമാവുന്നത് തന്നെ ഒരു കാരണമാവാം. ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. വായും നാക്കുമൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. ഉമിനീര് നല്ല കട്ടിയായിട്ടിരിക്കും. ഭക്ഷണം ചവയ്ക്കാനും ഇറക്കാനും ബുദ്ധിമുട്ടുണ്ടാകും. ചുണ്ടൊക്കെ വല്ലാതെ വരളും. ചുണ്ടിന്റെ 2 സൈഡിലും ചിലപ്പോൾ വിള്ളല് വരും. പിന്നെ ദുർഗന്ധമുണ്ടാകാം. അപ്പോ ഈ വായ വല്ലാതെ ഉണങ്ങിയിരുന്നാൽ അതൊരു അസ്വസ്ഥത മാത്രമല്ലല്ലോ, വേറെ പ്രശ്നങ്ങളും ഉണ്ടാക്കുമോ? തീർച്ചയായും. ഉമിനീരിന് നമ്മുടെ വായ ക്ലീനാക്കാനും അണുബാധ തടയാനുമൊക്കെ ഒരു കഴിവുണ്ട്. അപ്പോൾ ഉമിനീര് കുറയുമ്പം ഈ ദന്തക്ഷയം, അതായത് ഡെന്റൽ ഡീകേ വരാനും മോണരോഗങ്ങൾ വരാനും പൂപ്പൽ ബാധ അഥവാ ഓറൽ ത്രഷ് വരാനുമൊക്കെയുള്ള സാധ്യത കൂടും. ഇതിന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്, രോഗിക്ക് കുടിക്കാൻ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇടയ്ക്കിടെ കുറേശ്ശെ വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ ഉപ്പുവെള്ളം, സെലൈൻ എന്ന് പറയും, അല്ലെങ്കിൽ വെളിച്ചെണ്ണ. ഇതൊക്കെ ഉപയോഗിച്ചൊരു തുണിയിൽ മുക്കി വായൊന്ന് തുടച്ചു കൊടുക്കാം. ചുണ്ടിൽ പെട്രോളിയം ജെല്ലിയോ ഗ്ലിസറിനോ പുരട്ടുന്നത് നല്ലതാണ്. പക്ഷേ ഈ വരൾച്ച വല്ലാതെ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വേദനയോ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കാരണം ഇടയ്ക്കിടെ ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിക്കണം. അടുത്തത് മോണയുടെ കാര്യം. മോണവീക്കം അഥവാ ഗം ഇൻഫ്ലമേഷൻ. അത് സാധാരണ കാണുന്ന ഒന്നാണോ? അതെങ്ങനെയാണ് തിരിച്ചറിയുക? വളരെ സാധാരണയാണ്. പ്രത്യേകിച്ച് വായ നന്നായിട്ട് വൃത്തിയാക്കുന്നില്ലെങ്കിൽ. പല്ലിലൊരുതരം അഴുക്കും ബാക്ടീരിയയുമൊക്കെ ചേർന്ന ഒരു പാടയുണ്ടാവും. അതിനെ പ്ലാക്ക് എന്നാണ് പറയുക. ഈ പ്ലാക്കാണ് ഇതിലെ പ്രധാന വില്ലൻ. പിന്നെ പ്രമേഹമുള്ളവരിലും മോണരോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. തുടക്കത്തിൽ ഇതിനെ ജിഞ്ചിവൈറ്റിസ് എന്ന് പറയും. ജിഞ്ചിവൈറ്റിസ്. അതെ. അതിന്റെ ലക്ഷണങ്ങൾ എന്താന്ന് വെച്ചാൽ, മോണ നല്ല ചുവന്നിരിക്കും, കുറച്ച് തടിച്ചിരിക്കും, നല്ല തിളക്കം ഉണ്ടാകും. ബ്രഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ തുണി വെച്ച് തുടയ്ക്കുമ്പോഴോ പെട്ടെന്ന് ചോര വരും. ചിലപ്പോ വായിലൊരു മെറ്റാലിക് ടേസ്റ്റ്, ഒരു ലോഹത്തിന്റെ രുചി അല്ലെങ്കിൽ ദുർഗന്ധമൊക്കെ ഉണ്ടാവാം. ഇത് ശ്രദ്ധിക്കാതെ വിട്ടാൽ ഈ അണുബാധ മോണയുടെ അടിയിലുള്ള എല്ലുകളിലേക്ക് വ്യാപിക്കും. അപ്പോൾ അതിനെ പെരിയോഡെന്റൈറ്റിസ് എന്ന് പറയും. അപ്പോഴാണ് പല്ലുകൾക്ക് ഇളക്കം വരുന്നത്. ഇതിലൊരു രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ തുടക്കത്തിലുള്ള ജിഞ്ചിവൈറ്റിസ് അത് നന്നായി വൃത്തിയാക്കിയാൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. പെരിയോഡെന്റൈറ്റിസ് വരുന്നത് തടയാനും പറ്റും. അപ്പോ ഈ മോണയിൽ നിന്ന് ചോര വരുന്നുണ്ടെന്ന് വെച്ച് വൃത്തിയാക്കാതിരിക്കരുത്. മൃദുവായിട്ട് വൃത്തിയാക്കണം, അല്ലേ? അതെ അതെ, മൃദുവായിട്ട് വൃത്തിയാക്കണം. പേടിച്ചിട്ട് അവിടെയൊന്നും ചെയ്യാതിരിക്കരുത്. സോഫ്റ്റായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് ദിവസവും 2 നേരം പല്ല് തേക്കണം. മോണയിൽ നിന്ന് ചോര വന്നാലും സാരമില്ല, മൃദുവായിട്ട് ബ്രഷ് ചെയ്യുന്നത് തുടരണം. കാരണം ആ പ്ലാക്ക് അവിടുന്ന് കളയണം. പിന്നെ ഇളം ചൂടുള്ള ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്നത് നല്ലതാണ്. പക്ഷേ ഈ ചോര വരുന്നത് നിർത്താതെയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴുപ്പ് കാണുന്നുണ്ടെങ്കിൽ, വല്ലാത്ത വേദനയുണ്ടെങ്കിൽ, പല്ലിന് നല്ല ഇളക്കം തോന്നുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഉറപ്പായും ഒരു ദന്തരോഗ വിദഗ്ധനെ കാണിക്കണം. ഈ പ്ലാക്കും വൃത്തിയില്ലായ്മയൊക്കെ പല്ലിന് കേടുവരാനും, അതായത് ദന്തക്ഷയം, ഡെന്റൽ ഡീകേ, കാവിറ്റീസ് വരാനും കാരണമാകുമല്ലോ. പല്ലിലെ ഈ പോട് അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? പല്ലിൽ നോക്കുമ്പോൾ കാണുന്ന കറുത്തതോ അല്ലെങ്കിൽ ഒരു തവിട്ട് നിറത്തിലുള്ള പാടുകൾ, ചിലപ്പോൾ ചെറിയ കുഴികൾ പോലെ കാണാം. അതാണ് പ്രധാന ലക്ഷണം. മധുരമുള്ളതോ അല്ലെങ്കിൽ പല്ലിൽ ഒട്ടിപ്പിടിക്കുന്നതോ ആയ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് വായ ശരിയായി വൃത്തിയാക്കാതിരിക്കുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വായ വരൾച്ച ഉണ്ടാവുക, അതൊക്കെ ഇതിന് കാരണമാവാം. ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭാഗത്തിങ്ങനെ കുടുങ്ങുക, തണുപ്പോ ചൂടോ ഒക്കെ തട്ടുമ്പോൾ ഒരു പുളിപ്പ് തോന്നുക, ചിലപ്പോൾ വേദന വരും, അല്ലെങ്കിൽ പല്ലിന് ചുറ്റും ഒരു നീര് പോലെ വരാം. ഇതൊക്കെ ലക്ഷണങ്ങളാണ്. ഇതിനും ഉടനെ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടോ, ചെറുതാണെങ്കിലും? തീർച്ചയായും. പല്ലിലെ പോട് തുടക്കത്തിൽ ചെറുതാണെന്ന് തോന്നിയാലും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് വലിയ ഇൻഫെക്ഷനും സഹിക്കാൻ പറ്റാത്ത വേദനയ്ക്കൊക്കെ കാരണമാവാം. രോഗിക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെയാവും. അത് അവരുടെ മൊത്തം ആരോഗ്യത്തെ ബാധിക്കും. നമുക്കുടനെ ചെയ്യാൻ പറ്റുന്നത് ആ ഭാഗം നന്നായി വൃത്തിയാക്കി വെക്കുക, ഭക്ഷണം കഴിഞ്ഞാൽ വായ കഴുകുക, മധുരം കഴിക്കുന്നത് കുറയ്ക്കുക എന്നൊക്കെയാണ്. പക്ഷേ ചികിത്സയ്ക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണണം. അത് നിർബന്ധമാണ്. ഇനി നമുക്ക് ഈ അണുബാധകളെപ്പറ്റി കുറച്ചുകൂടി സംസാരിക്കാം. ഓറൽ ത്രഷ് എന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണ് സംഭവം? അതൊരു ഫംഗസ് അണുബാധയാണ്. ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയും. സാധാരണഗതിയിൽ നമ്മുടെ വായിൽ കുറഞ്ഞ അളവിൽ കാൻഡിഡ എന്ന് പറയുന്ന ഒരു തരം ഫംഗസ് ഉണ്ട്. അത് കുഴപ്പക്കാരനല്ല. പക്ഷേ നമ്മുടെ പ്രതിരോധശേഷി കുറയുമ്പോൾ, ഉദാഹരണത്തിന് ദീർഘകാലമായ അസുഖമുള്ളവർ, സ്റ്റീറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, HIV ബാധിതർ,
അങ്ങനെയുള്ളവരിൽ അല്ലെങ്കിൽ ഒരുപാട് കാലം ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ, അതുമല്ലെങ്കിൽ ഈ കൃത്രിമ പല്ലുകൾ ഡെഞ്ചേഴ്സ് എന്ന് പറയും, അത് ടീക്ക് മൊത്തം പരിഷ്കരിക്കാതിരിക്കുമ്പോൾ വായ വരൾച്ച ഉള്ളപ്പോഴൊക്കെ ഈ ഫംഗസ് നിയന്ത്രണമില്ലാതെ വളരും. അപ്പോൾ നാക്കിലോ കവിളിൻ്റെ ഉൾഭാഗത്തോ അണ്ണാക്കിലോ ഒക്കെ വെളുത്ത ക്രീം പോലത്തെ പാടകളായിട്ട് കാണാം. ഈ പാടകൾ നമ്മളൊരു തുണി വെച്ച് തുടച്ചു മാറ്റാൻ നോക്കിയാൽ അതിൻ്റെ അടിയിൽ നല്ല ചുവന്ന പ്രതലം കാണാം. ചിലപ്പോൾ അവിടുന്ന് ചോര പൊടിയാനും സാധ്യതയുണ്ട്. ഒരു പുകച്ചിലോ രുചി വ്യത്യാസമൊക്കെ ഉണ്ടാവാം. ഓഹോ, ഇതപ്പോ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? സാധാരണ ഉപ്പുവെള്ളം വെച്ച് വായ കഴുകുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ചില ലായനികളുണ്ട്, അത് വെച്ച് വൃത്തിയാക്കാം. കൃത്രിമ പല്ലുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ദിവസവും ഊരി നന്നായി കഴുകി ഉണക്കി വെക്കണം. രാത്രിയിൽ അത് വായിൽ വെച്ച് ഉറങ്ങരുത്. പക്ഷേ ഇതൊരു ഫംഗസ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് സ്വയം ചികിത്സിക്കാൻ നിൽക്കരുത്. തീർച്ചയായും ഒരു ഡോക്ടറെ കാണണം. അവർ തരുന്ന ആന്റിഫംഗൽ മരുന്നുകൾ, ഉദാഹരണത്തിന് നിസ്റ്റാറ്റിൻ പോലെയുള്ള മരുന്നുകൾ, അത് ഉപയോഗിക്കണം. വായിൽ സാധാരണ കാണുന്ന വേറൊരു പ്രശ്നമാണല്ലോ ഈ വായ്പുണ്ണ്, മൗത്ത് അൾസേഴ്സ് അല്ലെങ്കിൽ സോഴ്സ്. എന്തുകൊണ്ടാണിത് വരുന്നത്? അതിനും പല കാരണങ്ങളുണ്ട് കേട്ടോ. ഈ കൃത്രിമ പല്ലുകൾ ശരിക്കു ഫിറ്റാവാതെ എവിടെയെങ്കിലും ഉരസുന്നത്, അല്ലെങ്കിൽ പല്ലിൻ്റെ ഷാർപ്പായ അരികുകൾ തട്ടുന്നത്, ചില ഭക്ഷണങ്ങൾ, ചൂടുള്ളതോ എരിവുള്ളതോ ആയവ, ചിലപ്പോൾ മാനസിക സമ്മർദ്ദം, സ്ട്രെസ്സ്, ചില വിറ്റാമിനുകളുടെ കുറവ്, ഇപ്പോൾ ഇരുമ്പിൻ്റെയോ വിറ്റാമിൻ B12ൻ്റെയോ കുറവ്, ചില മരുന്നുകളുടെ പാർശ്വഫലം, അല്ലെങ്കിൽ മറ്റ് അണുബാധകൾ കൊണ്ടൊക്കെ വരാം സാധാരണയായിട്ടിത് കാണുന്നത്. വെളുത്തതോ മഞ്ഞയോ നിറത്തിൽ, നടുക്കും ചുറ്റുമൊരു ചുവന്ന അരികുകളോടും കൂടിയ ചെറിയ ഉരുണ്ട നല്ല വേദനയുള്ള മുറിവുകളായിട്ടാണ്. ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതിന് നമുക്ക് സാധാരണ വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എരിവും പുളിയും ഒക്കെയുള്ള ഭക്ഷണം ഒഴിവാക്കുക. വേദന കുറയ്ക്കാൻ ചില ജെല്ലുകൾ കിട്ടും, അത് പുരട്ടാം. ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്നത് ഒരാശ്വാസം തരും. പ്രമേഹമില്ലാത്തവരാണെങ്കിൽ കുറച്ച് തേൻ അവിടെ പുരട്ടുന്നതും നല്ലതാണ്. മിക്കവാറും ഒരാഴ്ചയോ 10 ദിവസമോ കൊണ്ടത് തനിയെ മാറും. എന്നാൽ ഈ പുണ്ണൊരു 10 ദിവസമായിട്ടും മാറുന്നില്ല, അല്ലെങ്കിൽ വല്ലാതെ വലുതാവുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അരികുകൾ ഇങ്ങനെ തടിച്ച് കട്ടിയായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ നിർബന്ധമായും ഡോക്ടറെ കാണിക്കണം. കാരണം വളരെ അപൂർവമായിട്ടാണെങ്കിലും ഇത് മറ്റ് ചില ഗൗരവമുള്ള രോഗങ്ങളുടെ ലക്ഷണം കൂടിയാവാം. അണുബാധയുടെ വേറെ ചില ലക്ഷണങ്ങൾ കൂടിയുണ്ടെന്ന് പറഞ്ഞു. നീർവീക്കം അല്ലെങ്കിൽ പഴുപ്പ് വരുന്നത്, സ്വെല്ലിംഗ്, ആബ്സസ്, പസ് എന്നൊക്കെ പറയും. അതൊക്കെ കണ്ടാൽ എന്ത് ചെയ്യണം? അത് കാര്യമാക്കേണ്ടതാണോ? തീർച്ചയായും കാര്യമാക്കേണ്ടതാണ്. വളരെ ഗൗരവമുള്ളതാണ്. മോണയിലോ അല്ലെങ്കിൽ മുഖത്തോ ഒക്കെ നീരുവയ്ക്കുക, പഴുപ്പ് പുറത്തേക്ക് വരിക, കഠിനമായ വേദന, ചിലപ്പോൾ പനി, വായ മുഴുവനായിട്ട് തുറക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെ അണുബാധ പടരുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. പല്ലിന് കേടുണ്ടായിട്ട് അത് ചികിത്സിക്കാതിരുന്നത്, അല്ലെങ്കിൽ മോണരോഗം, അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയതൊക്കെ ഇതിന് കാരണമാകാം. ഒരു കാരണവശാലും ആ നീരുള്ള ഭാഗത്ത് അമർത്താനോ കുത്തിപ്പൊട്ടിക്കാനോ ഒന്നും ശ്രമിക്കരുത്. ചിലപ്പോൾ കവിളിൻ്റെ പുറത്ത് ഒരു ചെറിയ ചൂട് വയ്ക്കുന്നത് ആശ്വാസം കൊടുത്തേക്കാം. പക്ഷേ ഇതെത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ടൊരവസ്ഥയാണ്. ആന്റിബയോട്ടിക്കുകളും മറ്റ് ചികിത്സകളും ആവശ്യമായി വരും. വൈകിയാൽ അണുബാധ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഈ വായ നന്നായി വൃത്തിയാക്കിയിട്ടും വായുനാറ്റം അഥവാ ദുർഗന്ധം, ബാഡ് ബ്രെത്ത്, ഹാലിറ്റോസിസ് മാറാതിരിക്കുന്നൊരവസ്ഥയുണ്ടല്ലോ, അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണോ? അതെ, അതും ശ്രദ്ധിക്കണം. വായ ശരിക്ക് വൃത്തിയാക്കാത്തത്, ഭക്ഷണത്തിന്റെ അംശങ്ങൾ അവിടെ തങ്ങി നിൽക്കുന്നത്, മോണരോഗം, വായ വരൾച്ച, നേരത്തെ പറഞ്ഞ പൂപ്പൽ ബാധ, ഇതൊക്കെ ദുർഗന്ധത്തിന് കാരണമാവാം. സാധാരണയായിട്ട് നന്നായി പല്ല് തേക്കുകയും നാക്ക് വൃത്തിയാക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്താൽ ഇത് മാറാറുണ്ട്. പിന്നെ ഈ ഗ്രാമ്പൂ, ഏലയ്ക്ക, പുതിനയില ഒക്കെ വായിലിട്ട് ചവയ്ക്കുന്നത് താൽക്കാലികമായിട്ടൊരാശ്വാസം തരും. എന്നാൽ നന്നായി വായ വൃത്തിയാക്കിയിട്ടും ഈ ദുർഗന്ധം വിട്ടുമാറുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ്. കാരണം ചിലപ്പോൾ ഇത് സൈനസിലെ പ്രശ്നങ്ങളോ ദഹന പ്രശ്നങ്ങളോ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളോ അല്ലെങ്കിൽ നിയന്ത്രണത്തിലല്ലാത്ത പ്രമേഹത്തിൻ്റെയോ ഒക്കെ ലക്ഷണം കൂടിയാവാം. പല്ലിനിളക്കം തോന്നുന്നത്, അല്ലെങ്കിൽ ഈ കൃത്രിമ പല്ലുകൾ ശരിക്ക് ഫിറ്റ് അല്ലാതെ വരുന്നത്, അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? പല്ലിൽ തൊടുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ അത് ഇളകുന്നതായിട്ട് തോന്നുക, അതാണ് ഇളകുന്ന പല്ലിൻ്റെ ലക്ഷണം. കൃത്രിമ പല്ലുകളാണെങ്കിൽ അത് വായിലെവിടെയെങ്കിലും ഉരസി മുറിവുണ്ടാക്കുക, വേദനയുണ്ടാവുക, അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഒരു ക്ലിക്ക് പോലത്തെ ശബ്ദം കേൾക്കുക, അല്ലെങ്കിൽ അത് തനിയെ ഊരിപ്പോരുക, ഇതൊക്കെ അത് ശരിക്ക് ഫിറ്റല്ല എന്നതിൻ്റെ ലക്ഷണങ്ങളാണ്.
ഇളകിയ പല്ലുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാവും, അവിടെ അണുബാധ വരാനുള്ള സാധ്യത കൂടും. ഫിറ്റല്ലാത്ത കൃത്രിമ പല്ലുകൾ വായിൽ മുറിവുണ്ടാക്കും, രോഗിക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഇളകിയ പല്ലുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ദന്തരോഗ വിദഗ്ധനെ കാണിക്കണം. ആ പല്ല് വെച്ച് കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കൃത്രിമ പല്ലുകളാണ് പ്രശ്നമെങ്കിൽ ഡോക്ടറെ കണ്ട് അത് ശരിയാക്കുന്നതുവരെ അത് ഊരിവയ്ക്കുന്നതാണ് സുരക്ഷിതം. ഊരിവയ്ക്കുമ്പോൾ വെറുതെ വെക്കരുത്. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലിട്ട് സൂക്ഷിക്കണം. നമ്മളിപ്പോൾ ഒരു ഷൂസ് നമുക്ക് പാകമല്ലെങ്കിൽ അതിട്ടുകൊണ്ട് നടക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് കൃത്രിമ പല്ലുകളും. അത് ശരിയായി ഫിറ്റാക്കി തന്നെ ഉപയോഗിക്കണം. അവസാനം പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ വായിൽ കാണുന്ന മാറാത്ത പാടുകൾ, പ്രത്യേകിച്ച് വെളുത്തതോ ചുവന്നതോ ആയവ, വൈറ്റ് ഓർ റെഡ് പാച്ചസ്, ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് വളരെ വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. വായിൽ എവിടെയെങ്കിലും നാക്കിലോ കവിളിലോ മോണയിലോ ചുണ്ടിലോ ഒക്കെ തുടച്ചാൽ പോകാത്ത, സ്ഥിരമായിട്ട് അവിടെ തന്നെ നിൽക്കുന്ന, സാധാരണയായി 2 ആഴ്ചയിൽ കൂടുതൽ വെളുത്ത പാടുകളോ ല്യൂക്കോപ്ലാക്കിയ അല്ലെങ്കിൽ ചുവന്ന പാടുകളോ എരിത്രോപ്ലാക്കിയ ശ്രദ്ധയിൽപ്പെട്ടാൽ ചിലപ്പോൾ ഇവ രണ്ടും കലർന്ന നിറത്തിലും കാണാം. സാധാരണഗതിയിൽ ഇതിന് വേദനയുണ്ടാവില്ല. പക്ഷെ ചിലപ്പോൾ ഒരു പുകച്ചിലോ ചെറിയ അസ്വസ്ഥതയോ ഒക്കെ തോന്നാം. പുകയിലയുടെ ഉപയോഗം, സിഗരറ്റ് വലിയോ മുറുക്കോ ഒക്കെ, മദ്യപാനം, പിന്നെ കൂർത്ത പല്ലുകളോ മറ്റോ ഒരേ സ്ഥലത്ത് സ്ഥിരമായി തട്ടിയുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ചില അണുബാധകൾ, ഇതൊക്കെ ഇതിന് കാരണമാവാം. ഇതിനെ നമ്മൾ പ്രീ ക്യാൻസറസ് ലീഷൻസ് എന്ന് പറയും. അതായത് ക്യാൻസറായി മാറാൻ സാധ്യതയുള്ള അവസ്ഥകൾ. ഓ, അപ്പോൾ ഇങ്ങനെയുള്ള പാടുകൾ കണ്ടാൽ ഒട്ടും വൈകരുത്, ഉടൻ ഡോക്ടറെ കാണിക്കണം അല്ലേ? നിർബന്ധമായും. ഒരു കാരണവശാലും ഇത് അവഗണിക്കരുത്. പുകയില, മദ്യം തുടങ്ങിയ ശീലങ്ങളുണ്ടെങ്കിൽ അത് തന്നെ നിർത്തണം. വായ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്രയും പെട്ടെന്ന് ഒരു ദന്തരോഗ വിദഗ്ധനെയോ അല്ലെങ്കിൽ ഓറൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെയോ കണ്ട് അതെന്താണെന്ന് കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. കാരണം നേരത്തെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒന്നാണ് വായിലെ ക്യാൻസർ. അതുകൊണ്ട് ഈ ലക്ഷണം കണ്ടാൽ ഒട്ടും സമയം കളയരുത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പരിചരണം കൊടുക്കുന്ന ആൾക്ക് ഇതെല്ലാം ഒന്ന് ഓർത്തുവെക്കാൻ എന്തെങ്കിലും എളുപ്പവഴി വല്ലതുമുണ്ടോ? നമുക്കൊരു ഓർമ്മസൂത്രവാക്യം പോലെ, ഒരു ചുരുക്കെഴുത്തു പോലെ DGTUSBLW എന്ന് ഓർത്തുവെക്കാം. ഇത് ഇംഗ്ലീഷ് വാക്കുകളുടെ ആദ്യത്തെ അക്ഷരങ്ങളാണ്. D ഡ്രൈ മൗത്ത്, വായ വരൾച്ച, ഒട്ടുന്ന നാവ്, വരണ്ട ചുണ്ടുകൾ. G ഗം ഇൻഫ്ലമേഷൻ, മോണവീക്കം, മോണ ചുവന്നിരിക്കുക, നീരുവയ്ക്കുക, ചോര വരിക. T ടൂത്ത് ഡീക്കേ, ദന്തക്ഷയം, പല്ലിൽ കറുത്തതോ തവിട്ട് നിറത്തിലോ പാട്, കുഴി, പുളിപ്പ്. U അൾസർ, വായ്പുണ്ണ്, വേദനയുള്ള വെളുത്തതോ മഞ്ഞയോ ആയ മുറിവ്. S സ്വെല്ലിംഗ്, നീർവീക്കം, പഴുപ്പ്, മുഖത്തോ മോണയിലോ മുഴ, വേദന, പനി, പഴുപ്പ്. B ബാഡ് ബ്രീത്ത്, ദുർഗന്ധം, വിട്ടുമാറാത്ത വായ്നാറ്റം. L ലൂസ് ടീത്ത് ഡെൻച്ചേഴ്സ്, ഇളകുന്ന പല്ല്, കൃത്രിമ പല്ല്, പല്ലിനിളക്കം, കൃത്രിമ പല്ലുകൾ ശരിക്ക് ഫിറ്റല്ലാതിരിക്കുക. W വൈറ്റ് റെഡ് പാച്ച്, തുടച്ചാൽ പോകാത്ത 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന പാടുകൾ. ഈ അക്ഷരങ്ങൾ ഓർത്താൽ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പെട്ടെന്ന് ഓർമ്മ വരും. ഓക്കെ. എപ്പോഴാണ് നമ്മൾ തീർച്ചയായും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതെന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു പറയാമോ? പറയാം. പ്രധാനമായിട്ടും ഈ പറയുന്ന സാഹചര്യങ്ങളിൽ: 1 വായിൽ വിട്ടുമാറാത്ത വേദനയോ നീർവീക്കമോ ഉണ്ടെങ്കിൽ. 2 വായ്പുണ്ണ് വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും അത് ഉണങ്ങുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് വലുതായി വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അരികൾക്ക് കട്ടിവെക്കുന്നുണ്ടെങ്കിൽ. 3 ഭക്ഷണമിറക്കാനോ വായ തുറക്കാനോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ. 4 മോണയിൽ നിന്നോ വായിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നോ ചോര വന്നിട്ട് അത് നിൽക്കുന്നില്ലെങ്കിൽ, ഒരു 10-15 മിനിറ്റിൽ കൂടുതൽ. 5 വായിൽ വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ 2 ആഴ്ചയിൽ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ. പിന്നെ ഈ ലക്ഷണങ്ങളോടൊപ്പം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ശരീരഭാരം കുറയുന്നുണ്ടെങ്കിൽ. ഇതൊക്കെ കണ്ടാൽ ഒട്ടും വൈകരുത്, ഉടൻ വൈദ്യസഹായം തേടണം. നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ, ഈ കണ്ടെത്തലുകളൊക്കെ ഒന്ന് കുറിച്ചുവെക്കുന്നത് നല്ലതാണെന്നും നേരത്തെ പറഞ്ഞല്ലോ. അതെ. ഒരു ചെറിയ നോട്ട്ബുക്കിൽ തീയതി എഴുതി എന്താണ് കണ്ടത്, അതിന് നമ്മൾ എന്ത് ചെയ്തു എന്നൊന്ന് കുറിച്ചിടുന്നത് ശരിക്കും വളരെ നല്ലതാണ്. ഇത് പിന്നീട് ഡോക്ടറെ കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റാരോഗ്യ പ്രവർത്തകരോടോ നഴ്സിനോടൊക്കെ പറയുമ്പോൾ വളരെ സഹായകമാകും.
രോഗിയുടെ അവസ്ഥ മെച്ചപ്പെടുന്നുണ്ടോ അതോ മോശമാവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും ഇത് ഉപകരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ആശയവിനിമയം ചെയ്യുന്നത് ചികിത്സയിൽ ഒരു തുടർച്ചയുണ്ടാക്കാൻ സഹായിക്കും. പിന്നെ സമൂഹത്തിൽ ഇതിനെപ്പറ്റിയൊരു ബോധവൽക്കരണം ഉണ്ടാക്കാനും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. തീർച്ചയായും. നമ്മളിപ്പോൾ വീടുകളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളിലൊക്കെ സംസാരിക്കുമ്പോഴോ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു വായയുടെ പടവും പ്രശ്നങ്ങളുള്ളൊരു വായയുടെ പടവും കാണിക്കുന്നത് അത് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. എഴുത്തും വായനയും അറിയാത്ത ആളുകൾക്ക് ഫ്ലിപ്പ് ചാർട്ടുകളോ അല്ലെങ്കിൽ ചിത്രങ്ങൾ വെച്ചുള്ള കഥകളോ ഒക്കെ ഉപയോഗിക്കാം. കുടുംബാംഗങ്ങളെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരുടെ പ്രിയപ്പെട്ടവരുടെ വായൊന്ന് ശ്രദ്ധിച്ചു നോക്കാൻ പ്രോത്സാഹിപ്പിക്കാം. നേരത്തെ കണ്ടെത്തിയാൽ കഷ്ടപ്പാടും പണവും ലാഭിക്കാം എന്ന ആ ഒരു ലളിതമായ സന്ദേശം അതെല്ലാവരിലേക്കും എത്തിക്കണം. ശരി. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ ഒരു കാതലെന്ന് പറയുന്നത് ഇതാണ്. ദിവസേനയുള്ള ശ്രദ്ധയോടെയുള്ളൊരു വായ പരിശോധന, പ്രത്യേകിച്ച് കിടപ്പിലായവരുടെയും പ്രായമായവരുടെയും കാര്യത്തിൽ അത് അത്യാവശ്യമാണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പരിചരണം നൽകുന്ന നിങ്ങളാണ് ഈ കാര്യത്തിൽ അവരുടെ ആദ്യത്തെ ഒരു സംരക്ഷണ കവചം എന്ന് വേണമെങ്കിൽ പറയാം. അതിനർത്ഥം നിങ്ങൾ നോക്കുന്ന ആ വ്യക്തിയുടെ ആശ്വാസം സംരക്ഷിക്കുന്നതിലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ തടയുന്നതിലും നിങ്ങൾക്ക്, അതായത് പരിചരണം നൽകുന്ന നിങ്ങൾക്ക് വളരെ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. കൃത്യമായി പറഞ്ഞാൽ അതാണ് ഈ മൊഡ്യൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അതുതന്നെയാണ്. ഓർക്കണം, ഓരോ വായും നമ്മളോടൊരു കഥ പറയുന്നുണ്ട്. ശ്രദ്ധയുള്ള ഒരു പരിചാരകന് ആ കഥയിലെ വേദന അതൊരു വലിയ കഷ്ടപ്പാടായി മാറുന്നതിന് മുൻപ് തന്നെ തിരിച്ചറിയാൻ കഴിയും. വായിലെ ചെറിയ മാറ്റങ്ങൾ അതെന്തുമാവാം, ഒരു വരൾച്ചയോ ചെറിയൊരു നീർവീക്കമോ ഒരു നിറം മാറ്റമോ, അതെന്താണെങ്കിലും അത് നേരത്തെ കണ്ടെത്തിയാൽ മതി. അതിലൂടെ നമുക്ക് അണുബാധ തടയാം, അവർക്ക് ആശ്വാസം കൊടുക്കാം, ചിലപ്പോൾ ആ വ്യക്തിയുടെ ജീവൻ തന്നെ രക്ഷിക്കാനും നമുക്ക് സാധിച്ചേക്കും. ഓർക്കുക, നിങ്ങളുടെ ആ നേരത്തെയുള്ളൊരു നോട്ടം അത് ജീവൻ രക്ഷിക്കാൻ പോലും ശേഷിയുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണിത്. ഈ സംഭാഷണം നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം മാത്രം. വായുടെ ആരോഗ്യം നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന്റെ ഒരു കണ്ണാടിയാണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കിയല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ പരിചരിക്കുന്ന വ്യക്തിയുടെ വായ അത് നിങ്ങളോട് സംസാരിക്കുന്നതെന്താണെന്ന് കുറച്ചുകൂടി ശ്രദ്ധയോടെ കേൾക്കാൻ വേണ്ടി നിങ്ങളുടെ ആ ദിവസേനയുള്ള പരിചരണ രീതിയിൽ ഇന്ന് നിങ്ങൾക്ക് എന്തൊരു ചെറിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും? ഒന്നാലോചിച്ചു നോക്കൂ.